നമുക്ക് വരുന്ന കോളുകൾ, നമുക്ക് വരുന്ന മെസ്സേജുകൾ നിർബന്ധമായിട്ടും ഇതിന്റെ സുരക്ഷ നിങ്ങൾ ഉറപ്പാക്കിയിരിക്കണം. അതായത് നമുക്കറിയാം സ്പാം കോളുകൾ, സ്പാം മെസ്സേജുകൾ ഇതുവഴി ഒരുപാട് തട്ടിപ്പുകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. നമുക്കിത് ബ്ലോക്ക് ചെയ്യാനും ഇത് ഒഴിവാക്കാനുമുള്ള ഓപ്ഷൻ നമ്മുടെ മൊബൈലിന്റെ അകത്ത് തന്നെയുണ്ട്. പക്ഷെ പല മൊബൈലിലും ഇൻബിൽട്ട് ആയിട്ട് നൽകിയിട്ടുള്ള ഫോൺ ഡയലറിലും അതുപോലെ തന്നെ മെസ്സേജിംഗ് ആപ്പിലും ഈ ഓപ്ഷൻ കാണുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെയൊക്കെ മൊബൈലിൽ ഇൻബിൽട്ട് ആയിട്ട് നൽകിയിട്ടുള്ള ആ ഒരു ഫോൺ ഡയലർ ഉണ്ടല്ലോ, അത് ഓപ്പൺ ചെയ്തിട്ട് വലതുവശത്ത് മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എവിടെയും സ്പാം കോളുകൾ ബ്ലോക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ കാണുന്നില്ല. ഇവിടെ താഴെ കാണുന്ന അതർ കോൾ സെറ്റിംഗ്സിൽ ഞാൻ പോയി നോക്കി, പക്ഷേ ഇവിടെ എവിടെയും അങ്ങനെ ഒരു സെറ്റിംഗ്സ് നമുക്ക് കാണുന്നില്ല. നിങ്ങളുടെ മൊബൈൽ ഉണ്ടോ എന്ന് നോക്കുക. ഞാനിപ്പോൾ കാണിച്ചത് സാംസങ് മൊബൈലാണ്. ചില മൊബൈലുകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ മറ്റൊരു ഡയലർ ഇവിടെ നിങ്ങൾ കാണിച്ചു തരുന്നുണ്ട്. ഇത് പ്ലേ സ്റ്റോറിൽ നിന്നും ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഇത് ഗൂഗിളിൻ്റെ തന്നെ ഡയലറാണ്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഫോൺ എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരുപാട് ആപ്ലിക്കേഷൻസ് കാണാൻ സാധിക്കും. അതിൽ ഫോൺ ബൈ ഗൂഗിൾ എന്ന ഈ ഒരു ആപ്പ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇത് ഗൂഗിളിൻ്റെ തന്നെ ആപ്ലിക്കേഷൻ ആണ്. നമ്മൾ ഗൂഗിളിൻ്റെ തന്നെ പലതും ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഫയർസ് ബൈ ഗൂഗിൾ, അതുപോലെ തന്നെ ഗൂഗിൾ ക്രോം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെക്യൂർ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇത്. ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ സെറ്റ് ആസ് ഡിഫോൾട്ട് എന്ന് കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നേരത്തെ നമ്മുടെ ഫോണിലുള്ളതാണ് സെലക്റ്റഡ് ആയിട്ടുള്ളത്. അതിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങൾ ഇപ്പോൾ ചെയ്ത ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് മാറ്റിയിട്ട് ഇവിടെ സെറ്റ് ആസ് ഡിഫോൾട്ട് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി സെലക്ട് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. എന്നിട്ട് ആ ആപ്ലിക്കേഷൻ ഒന്നുകൂടി തുറന്നു നോക്കാം. ഇതാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ. അത് തുറന്നു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡയലർ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. മുകളിൽ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ തന്നെ ഇവിടെ കോളർ ID ആൻഡ് സ്പാം എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സി കോളർ ആൻഡ് സ്പാം ID എന്ന ഭാഗം എനബിൾ ആണോ നോക്കുക. അത് എനബിൾ ചെയ്യുക. അതുപോലെ തന്നെ ഫിൽട്ടർ സ്പാം കോൾസ് എന്ന ഭാഗവും നിങ്ങൾ എനബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പാം ആയിട്ടുള്ള കോളുകൾ വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ഡിറ്റക്റ്റ് ചെയ്യും. അത് അവർ ബ്ലോക്ക് ചെയ്യുകയും ഫിൽട്ടർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പല സ്പാം കോളുകളും പല അപകടങ്ങളും ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെ നിർബന്ധമായിട്ടും നിങ്ങളുടെ മൊബൈലിൽ ചെയ്തു വെക്കുക. ഓക്കെ, ഇനി നമുക്കൊന്ന് ബാക്ക് വരാം. ഇവിടെയും ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ. ഇവിടെ താഴെ നിങ്ങൾ കാണാൻ സാധിക്കും കോളർ ID അനൗൺസ്മെൻറ്റ്. നിങ്ങൾക്ക് അതൊക്കെ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്ക് ഈ 2 കാര്യങ്ങൾ മാത്രമാണ് കാണിച്ചു തരുന്നത്. ഓക്കെ, ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് വരാം. എന്നിട്ട് നമ്മുടെ മൊബൈലിൽ മെസ്സേജ് വരുന്ന ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അതും നമുക്കൊന്ന് മാറ്റണം. ഇതും ഗൂഗിളിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തത്. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ നിങ്ങൾ ഇതുപോലെ മെസ്സേജസ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, മെസ്സേജ് എന്ന് ടൈപ്പ് ചെയ്താലും മതി. എന്നിട്ട് നിങ്ങൾ സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. ഇതിൽ കുറച്ച് താഴെ ഇവിടെ ഗൂഗിൾ മെസ്സേജസ് എന്ന ഭാഗമുണ്ട്. ഇത് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ്. ഇതും ഗൂഗിളിൻ്റെ തന്നെയാണ്. ഇതിലും നമുക്ക് സ്പാം പ്രൊട്ടക്ഷൻ ഉണ്ട്. അത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ഇതിലും സെറ്റസ് ഡിഫോൾട്ട് കാണിക്കും. അപ്പോൾ നിങ്ങളത് സെറ്റ് ചെയ്ത് കൊടുക്കുക നേരത്തെ പോലെ തന്നെ. എന്നിട്ട് പ്രൊഫൈൽ ഐക്കണിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഗൂഗിൾ ID ഒക്കെ കാണാൻ സാധിക്കും. ഇവിടെ കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ മെസ്സേജസ് സെറ്റിംഗ്സ് നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ഓപ്പൺ ചെയ്തിട്ട് ജനറൽ എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴേക്ക് വരുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും സ്പാം പ്രൊട്ടക്ഷൻ എന്ന ഓപ്ഷൻ. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഏറ്റവും മുകളിൽ എനബിൾ സ്പാം പ്രൊട്ടക്ഷൻ എന്ന ഭാഗം നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന മെസ്സേജുകളിലും ഏതെങ്കിലും സ്പാം ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ബ്ലോക്ക് ചെയ്യും, അത് ഫിൽട്ടർ ചെയ്യുകയും ചെയ്യും. അതുമാത്രമല്ല, പ്രൊഫൈലേക്കാളും വീണ്ടും ക്ലിക്ക് ചെയ്തിട്ട് സ്പാം ആൻഡ് ബ്ലോക്ക്ഡ് എന്ന ലിസ്റ്റ് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇതുപോലെ മെസ്സേജ് വന്നിട്ട് ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ആ ലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനും സാധിക്കും. അപ്പോൾ ഗൂഗിളിനെ തന്നെ ഈ 2 ആപ്ലിക്കേഷനും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഡിഫോൾട്ടായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതുപോലുള്ള സ്പാം കോളുകളോ സ്പാം മെസ്സേജുകളോ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാനും സുരക്ഷയോടുകൂടി നിങ്ങളുടെ മൊബൈൽ നിങ്ങൾക്ക് ഉപയോഗിക്കാനും സാധിക്കും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, നിങ്ങളുടെ മൊബൈലിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. പ്രത്യേകിച്ചും പ്രായമായ ആളുകൾ, അവർക്ക് ഇതിനെക്കുറിച്ച് അറിയുക പോലുമില്ല. അപ്പോൾ അവർക്കൊക്കെ ഈ കാര്യങ്ങൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.
ബൈ.